പൂനെയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇതിനോടകം 3000 കുടുംബങ്ങളെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റി. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ മരിച്ച 15 പേരിൽ 6 പൂനെയിൽ. പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. മഴ ശമിക്കാത്തത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി വലിയ ദുരന്തത്തെ പരമാവധി അകറ്റാൻ അധികാരികൾ ശ്രമിക്കുന്നുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം. മുംബൈ നഗരത്തെ ഇന്നും കനത്ത മഴ മുക്കി. കിങ് സർക്കിളിൽ ഗതാഗതം സ്തംഭിച്ചു. 15 വിമാനങ്ങൾ റദ്ദാക്കി. താനെയിലും രത്നഗിരിയിലും ഓറഞ്ച് അലേർട്ട് തുടരുന്നുണ്ട്. ഡൽഹിയിൽ പുലർച്ചെ പെയ്ത മഴ ദുരിതം വിതച്ചു. നഗരത്തിൽ കൊണാട്ട് പ്ലേസ്, മിൻഡോ റോഡ്, ശാന്തിപത്, മോത്തിനഗർ മേഖലകളിൽ വെള്ളക്കെട്ട്. മഴ തോർന്ന് വെള്ളമിറങ്ങിയെങ്കിലും അടുത്ത 2 ദിവസത്തേക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഹിമാചലിലും തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കുളു ഇന്നലത്തെ മേഘവിസ്ഫോടനത്തിൽ നിന്നും കര കയറിയിട്ടില്ല. 15 പാലങ്ങളാണ് തകർന്നത്. മണാലി ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കണം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.